ആണെങ്കിൽ ഭീഷ്മരുടെ ശരീരത്തിലും കൊള്ളിച്ചു. ഭീഷ്മർ അവിടെ മറിഞ്ഞു കിട്ടി വീഴുകയും ചെയ്തു. അങ്ങനെ രഥവ്യൂഹത്തിന് വെളിയിൽ യുദ്ധത്തിൽ ജയിച്ച ഇന്ദ്രനെ പോലെ അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ ദുര്യോധനനും കണ്ണു തുറന്ന് നോക്കിയിട്ട് ഭീഷ്മരോട് പറഞ്ഞു, അല്ല പിതാമഹ, അവൻ എങ്ങനെ നമ്മുടെ വ്യൂഹത്തിൽ നിന്നും പുറത്തേക്ക് പോയി രക്ഷപ്പെട്ടു? വേഗം ചെന്ന് പിടിക്കൂ, വിടരുതവനെ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, നീ ഇത്ര നേരവും സുഖമായി വില്ലും ശരവും ഒക്കെ താഴെ ഇട്ട് ഉറക്കത്തിലായിരുന്നു, ഒന്നും നിനക്ക് ഓർമ്മയില്ല. അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ നിന്റെ ശൗര്യം എവിടെ പോയിരുന്നു? അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വേണമെങ്കിൽ അർജുനന് നിന്നെ കൊല്ലാമായിരുന്നു. പക്ഷെ അവൻ നിന്നെ കൊന്നില്ല, എന്നെയും കൊന്നില്ല. നമ്മൾ ആരുടെയും ജീവനെടുക്കാതെ നമ്മളോട് അവൻ കൃപ കാണിച്ചു, കാരുണ്യം കാണിച്ചു. അത് അവന്റെ സ്വഭാവമാണ്. നത്വേഷ ബീഭത്സുരലം നൃശംസം കത്തുന്ന പാപേസ്യ മനോവിശിഷ്ടം ത്രൈലോക്യഹേതോർന്ന ജഹേത് സ്വധർമ്മം സർവേന തസ്മാൻ നിഹതാരണേ അസ്മിൻ. അർജുനന്റെ മാഹാത്മ്യം ഭീഷ്മർ പറയുകയാണ്. ആ ബീഭത്സു, ഒരിക്കലും യുദ്ധക്കളത്തിൽ ബീഭത്സമായ വൃത്തികെട്ട രംഗങ്ങൾ കാണിക്കാത്ത, മര്യാദ വിടാത്ത ആളാണ് അർജുനൻ. അതുകൊണ്ടാണ് അദ്ദേഹം ബീഭത്സുവായത്. അവനൊരിക്കലും ക്രൂരകർമ്മം ചെയ്യുകയില്ല. അവന്റെ മനസ്സ് അത്രയധികം പരിശുദ്ധമാണ്. 3 ലോകത്തിന്റെയും അധികാരം തരാമെന്ന് പറഞ്ഞാലും അവൻ സ്വധർമ്മത്തെ ഉപേക്ഷിക്കുകയില്ല. സർവേന തസ്മാൻ നിഹത രണേ അസ്മിൻ രണേ. ഈ യുദ്ധത്തിൽ നമ്മളെല്ലാവരും അവന്റെ കൈകൊണ്ട് ചാകേണ്ടതായിരുന്നു. പക്ഷെ അവൻ നമ്മളെ കൊല്ലാതെ വിടുകയായിരുന്നു. അത് അവന്റെ മര്യാദയാണ്, അത് അവന്റെ കാരുണ്യമാണ്, അത് അവൻ എന്നും കാണിക്കുന്ന സ്വധർമാചരണമാണ്. ഗുരുക്കന്മാരെ കൊല്ലുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് നീ ഇനി സ്വന്തം കാര്യം നോക്ക്. അർജുനൻ പശുക്കളെ കൊണ്ടുപോകട്ടെ, നീ തോറ്റു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അർജുനന്റെ വിശിഷ്ടമായ സ്വഭാവം, അദ്ദേഹത്തിന്റെ ഔചിത്യബോധം, അദ്ദേഹത്തിന്റെ ധർമ്മബോധം ഒക്കെ ഇവിടെ വെളിവാകുന്നു. ആയില്ല, അർജുനന്റെ മഹാത്മ്യം ഇനിയും നമുക്ക് കാണാനിരിക്കുന്നു. ദുര്യോധനൻ ഒന്നും മിണ്ടാതെ തലകുനിച്ച് തിരിഞ്ഞു നടന്നപ്പോൾ എല്ലാ സൈനികരും വിചാരിച്ചു, ഇനി വീണ്ടും യുദ്ധം ചെയ്യേണ്ടതില്ല. ധനഞ്ജയഗ്നിം ച വിവർദ്ധമാനം എന്ന് പറഞ്ഞു. ധനഞ്ജയനാകുന്ന അഗ്നിയെ ഇനിയും വർദ്ധിപ്പിക്കേണ്ടതില്ല. നിവർത്തനായവ മനോനിതദ്ഭുവോ. തിരിച്ചു പോകാൻ വേണ്ടി എല്ലാവരും മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അവർ മടക്കമായെന്ന് കണ്ടപ്പോൾ അർജുനൻ വളരെ സന്തോഷത്തോട് പ്രസന്നചിത്തനായിട്ട് പിതാമഹനെയും ദ്രോണരെയും തലകുനിച്ച് നമസ്കരിച്ചു. അശ്വത്ഥമാവ്, കൃപര്, മറ്റു മാന്യന്മാരായ കൗരവർ എന്ന് പ്രത്യേകം പറഞ്ഞു. മാന്യന്മാരല്ലാത്ത കൗരവന്മാരുണ്ടായിരുന്നു എന്നർത്ഥം. മാന്യന്മാരായ കൗരവന്മാരെയും അതുപോലെ അശ്വത്ഥമാവിനെയും കൃപരെയും അഭിവാദ്യം ചെയ്യാൻ വേണ്ടി അർജുനൻ ഒരു പ്രത്യേകമായ ഒരു രീതിയാണ് സ്വീകരിച്ചത്. ആകാശത്തേക്ക് ശരങ്ങൾ തൊടുത്തുവിട്ട് ആ ശരങ്ങളെ കൊണ്ട് 2 ശരങ്ങൾ ഇങ്ങനെ ചെന്ന് പരസ്പരം സ്പർശിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്ന ഒരു മുദ്ര ആകാശത്തിൽ കാണിച്ചു. അതുകൊണ്ട് എല്ലാവരും അമ്പരന്ന് നിന്നു. ആകാശത്തിലുള്ള ദേവന്മാരെ പോലും അർജുനന്റെ ഈ യുക്തിബോധവും ഒക്കെ കണ്ട് അതിശയിച്ചു പോയി. ശരൈർ വിചിത്രയിൽ അഭിവാദ്യ ചെയ്യുക, വീരോചിതമായി വീരന്മാർക്ക് ചേർന്ന രീതിയിലാണ് അർജുനൻ അവരെയൊക്കെ അഭിവാദ്യം ചെയ്തത്. അപ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും യുദ്ധം കഴിഞ്ഞ ശേഷവും ശത്രുക്കളെ അഭിവാദ്യം ചെയ്യുക എന്ന ഒരു യുദ്ധധർമ്മത്തെ അദ്ദേഹം ചെയ്യുന്നു. അതുകൊണ്ട് ദുര്യോധനൻ വിചാരിച്ചു, ഇനി എൻ്റെ അനുജനാണല്ലോ, ഞാൻ ഇവന്റെ ചേട്ടനാണല്ലോ, അതുകൊണ്ട് എന്നെയും ഇവൻ അഭിവാദ്യം ചെയ്യും എന്ന് ചിന്തിച്ച് ഒരു വിഡ്ഢിച്ചിരിയോട് കൂടിയിട്ട് നിൽക്കുന്ന ദുര്യോധനനെ നോക്കി അർജുനൻ ചെയ്തതെന്തായിരുന്നു? ദുര്യോധനസ്യോത്തമരത്നചിത്രം ചിച്ഛേദപാർത്ഥോ മുകുടം ശരേണ. ആ ദുര്യോധനന്റെ ഗംഭീരമായ രത്ന ചിത്രങ്ങളോട് കൂടിയിട്ടുള്ള ദുര്യോധനന്റെ കിരീടത്തെ അമ്പെയ്ത് അനേകം കഷണങ്ങളാക്കി നുറുക്കിയിടുകയായിരുന്നു. അതൊരു വലിയ മുന്നറിയിപ്പാണ്. കാരണം നിന്റെ ശിരസ്സാണ് ഞാൻ ഇവിടെ കൊയ്തെറിയേണ്ടത്. ശിരസ് ഛേദിക്കുന്നതിന് പകരം, മരണത്തിന് പകരം നിനക്ക് നൽകുന്ന ശിക്ഷയാണ് നിന്റെ കിരീടം ഞാനത് തകർത്തിരിക്കുന്നു. അവിടെയും അർജുനൻ ഔചിത്യബോധവും ധർമ്മബോധവും ആണ് കാണിച്ചത്. ആ ദുര്യോധനനെ അവിടെ വെച്ച് കൊല്ലാമായിരുന്നു. കൊന്നുകഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും കുരുക്ഷേത്ര യുദ്ധത്തിൽ മറ്റൊരു മഹായുദ്ധം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അർജുനന് യുധിഷ്ഠിര മഹാരാജാവിന്റെ ജ്യേഷ്ഠന്മാരുടെ അനുവാദം വേണം, ശ്രീകൃഷ്ണന്റെ അനുവാദം വേണം, ഗുരുക്കന്മാരുടെ അനുവാദം വേണം. അത് മാത്രമല്ല, ദുര്യോധനന് ഒരു ഉടമ്പടി, ഒരു സന്ധി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കണം. ഇങ്ങനെ ചില മര്യാദകൾ അതിനു മുമ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അർജുനൻ ധർമ്മം വിട്ട് പെരുമാറിയില്ല. അദ്ദേഹം ആ ദുര്യോധനന്റെ പ്രാണനെടുക്കാതെ അദ്ദേഹത്തിന്റെ കിരീടം തെറിപ്പിച്ചു കളഞ്ഞു. നിന്റെ തലയിൽ കിടക്കുന്ന കിരീടം എനിക്ക് തകർക്കാമെങ്കിൽ നിന്റെ തലയും ഇതുപോലെ തകർക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്ത് അങ്ങനെ വിടുകയാണ്. അവരോടൊക്കെ